നമസ്കാരം. ഷീബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് BA BSc തേർഡ് സെമസ്റ്റർ പാഠപുസ്തകമായ ഭാഷാവബോധവും സർഗാത്മകതയും എന്ന പുസ്തകത്തിലെ ഒരു കവിതയുടെ കഥ എന്ന ലേഖനമാണ്. ശ്രീ അക്കിത്തം അച്യുത നമ്പൂതിരിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഈ ലേഖനത്തിന്റെ പ്രതിപാദ്യം അദ്ദേഹത്തിന്റെ തന്നെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കവിത രചിക്കാനിടയായ സാഹചര്യമാണ്. നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന ഖണ്ഡകാവ്യത്തിന്റെ രചനാ പശ്ചാത്തലവും അതിന്റെ പിന്നിലെ സർഗവേദനയും വിവരിക്കുന്ന കവിതയാണ് ഒരു കവിതയുടെ കഥ. അക്കിത്തം അച്യുത നമ്പൂതിരിയുടെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന ഖണ്ഡകാവ്യത്തിന്റെ രചനാ പശ്ചാത്തലവും സർഗാത്മകതയും അല്ലെങ്കിൽ സർഗവേദനയും അദ്ദേഹം വിവരിക്കുന്ന ലേഖനമാണ് ഒരു കവിതയുടെ കഥ എന്ന ഉപന്യാസം. അപ്പൊ ഇതിനകത്ത് അദ്ദേഹം പറയുന്നു, ജീവിതത്തിന്റെ ജീവിതപാതയുടെ രണ്ടറ്റങ്ങളാണ് സ്വർഗവും നരകവും. അറിവിന്റെയും പുരോഗതിയുടെയും വിവേകരഹിതമായ ഒരു പാച്ചിലാണ് മനുഷ്യൻ നടത്തുന്നത്. അതാണ് മനുഷ്യനെ നരകത്തിൽ എത്തിക്കുന്നതെന്ന് പറയുന്നു. എവിടെയാണ് മനുഷ്യന് പിഴച്ചത് എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. മനുഷ്യൻ എവിടെയാണ് പിഴവ് പറ്റി? അറിവിൽ നിന്ന് അഹങ്കാരമുണ്ടായി. അപ്പോൾ ആ വിനയം പിഴുതെറിഞ്ഞപ്പോഴാണ് മനുഷ്യൻ കൂടുതൽ അഹങ്കാരിയായി മാറി. ഇടിയാൻ തുടങ്ങുന്ന ഒരു വലിയ മലഞ്ചെരിവിന്റെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് കുതിക്കുന്ന മനുഷ്യനെ കളിയാക്കുകയാണ്. നോക്കി കാരുണ്യം തൂവുന്ന ഒരു കവിതയാണ് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. ജീവിതം ആരംഭിച്ച കാലത്ത് ജീവിതം എന്ന് വെച്ചാൽ എന്താണെന്നൊരു ബോധം തനിക്കുണ്ടായിരുന്നില്ല എന്ന് അക്കിത്തം പറയുന്നു. എന്നാൽ പിന്നെ സംശയങ്ങൾ ഉദിച്ചു തുടങ്ങി. സ്പഷ്ടമായി പറഞ്ഞാൽ 11 വയസ്സിന് ശേഷമാണത്. 11 വയസ്സിന് ശേഷമാണ് എന്താണ് ജീവിതം എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചില സംശയങ്ങൾ ഉണ്ടായത്. 14 വയസ്സിന് ശേഷം അതിനൊരു മാറ്റം ഉണ്ടായി. എന്താണ് മാറ്റം? ജീവിതം എന്നത് പൂർണ്ണമായും ഒരു ഭൗതിക സത്യമാണ് എന്നുള്ളൊരു ബോധമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. എന്നാൽ 19 വയസ്സിനും 22 വയസ്സിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ തൃശ്ശൂരിൽ അദ്ദേഹം താമസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത മുറിയിൽ കിടന്നുറങ്ങിയിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തെയാണ് ഒരു ഈശ്വരാംശം എന്ന് പറയുന്നത്, അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കാൻ ഇദ്ദേഹത്തെ പഠിപ്പിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇതിലെ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 11 വയസ്സിന് ശേഷമാണ് അദ്ദേഹത്തിന് ജീവിതത്തെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. 14 വയസ്സിന് ശേഷം ജീവിതം എന്നത് പൂർണ്ണമായി ഒരു ഭൗതിക സത്യമാണെന്നുള്ള ബോധം ഉണ്ടായി. എന്നാൽ 19-നും 21-നും ഇടയ്ക്ക് അദ്ദേഹത്തോടൊപ്പം പാർത്തിരുന്ന ഒരാളിൽ നിന്നാണ് ജീവിതത്തിന്റെ ചില കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം അല്ലെങ്കിൽ ആ മനുഷ്യനിലുണ്ടായിരുന്ന ഈശ്വരാംശം തന്നെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു എന്ന് പറയുന്നു. അപ്പൊ തന്നോടൊപ്പം ആ മാളിക മുറിയിൽ ഉണ്ടായിരുന്ന ആളിന്റെ ചിത്രം എന്താണെന്നുള്ളത് ആ വരികളിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രൂപം എങ്ങനെയായിരുന്നു? കാക്കി കാലുറയായിരുന്നു, കൈത്തോക്ക് കയ്യിലുണ്ടാവും, ഇരുമ്പൻ നരിമീശകളുണ്ട്, പ്രതികാര ജ്വാല കത്തുന്ന രോമകൂപങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. തരം കിട്ടുമ്പോഴൊക്കെ യൂറോപ്യൻ മദ്യശാലയിൽ ചെന്ന് മുക്കുറ്റം കുടിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. അരിപ്പല്ലുകളിൽ വെറ്റിലയുടെ കറയും കൃത്രിമമായ ഒരു ചിരി ചുണ്ടിലുമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കുറെ ആശയങ്ങൾ മുളപ്പിച്ചെടുത്തത്. അദ്ദേഹത്തിന്റെ ശാസനാഭാവത്തിലുള്ള മൊഴികളും ചെയ്തികളും എന്നെ വ്യാകുലനാക്കി. അപ്പൊ അദ്ദേഹം എന്നെ ഭരിക്കുകയായിരുന്നു, അദ്ദേഹം ചില കാര്യങ്ങൾ പഠിപ്പിച്ച് അദ്ദേഹത്തിന്റെ അടിമയാക്കി എടുക്കുകയായിരുന്നു എന്ന് തോന്നി. എന്നാൽ ലെനിൻ സ്ഥാപിച്ച ഒരു പാർട്ടിയിൽ അംഗമാവുന്നതിന് വേണ്ടിയാണ് മനുഷ്യനെന്ന ജീവിത മാതൃക ഭൂമിയിൽ സംഭവിച്ചതെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം ലെനിൻ സ്ഥാപിച്ച പാർട്ടിയല്ല, മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് ചേരുന്നതിനെ കുറിച്ചൊക്കെയാണ് ഇദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്, അക്കിത്തത്തിനോട്. അപ്പൊ എൻ്റെ മുന്നിൽ വച്ചിരിക്കുന്ന തുടുത്ത കൊച്ചു പുസ്തകത്തിൽ ഒപ്പുവയ്ക്കാൻ എനിക്ക് സാധിക്കാതെ വന്നു. കാരണം അങ്ങനെ ഒരു പാർട്ടിയിൽ ചേരാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ ജനിച്ചത് എന്നാണ് ആ ഒരു തൻ്റെ ഒപ്പം ആ മുറിയിൽ കഴിഞ്ഞ ആള് പറഞ്ഞത്. പക്ഷെ അത് വ്യക്തമായി അല്ലെങ്കിൽ അതിനെ ഒന്ന് സമ്മതിച്ചു കൊടുക്കാൻ അക്കിത്തതിന് കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം തൃശ്ശൂരുള്ള തേക്കിൻകാട് മൈതാനത്തിൽ പാതിരാത്രിയിൽ ഇരുന്ന് സത്യം എന്താണ്, ധർമ്മം എന്താണെന്നൊക്കെ ചിന്തിക്കുകയാണ്. അത് ചിന്തിക്കുന്ന എവിടെ നോക്കിയാണ്? ആകാശത്തിലെ വ്യോമമണ്ഡലത്തിലേക്ക് നോക്കിയാണ് ഈ ചിന്തകൾ വരുന്നത്. അങ്ങനെ ഒരു നിമിഷത്തിലാണ് മുറുക്കാൻ പൊതിക്ക് അപ്പുറത്തിരുന്ന് മേവുന്ന മറ്റൊരു ഹൃദയം മന്ത്രിച്ചത്. അതായത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയായിരിക്കണം ഈ മുറുക്കാൻ പൊതിക്ക് അപ്പുറത്തിരിക്കുന്ന ഹൃദയം എന്ന് പറയുന്നത്. അക്കിത്തം മുദ്രാവാക്യങ്ങൾക്ക് മുമ്പിൽ നിശബ്ദത പാലിക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഹൃദയത്തിൽ തോന്നുന്നത് ഉറക്കെ പറഞ്ഞാലല്ലാതെ ഉറങ്ങാൻ കഴിയാത്ത തരം ആളാണ് താങ്കൾ. അപ്പോൾ ആ മനുഷ്യൻ എന്താണ് അക്കിത്തത്തോട് പറഞ്ഞ? അക്കിത്തം മുദ്രാവാക്യങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ നിശബ്ദത പാലിക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നത് ഉറക്കെ പറയാതെ നിങ്ങൾക്ക് ഉറക്കം വരില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് നിങ്ങളെന്ന് തന്നെക്കുറിച്ച് തന്നെ ഒരു അവബോധം അക്കിത്തത്തിൽ ആ മനുഷ്യൻ ജനിപ്പിച്ചു. എന്നിട്ടും 23 വയസ്സിൽ കുമരനെല്ലൂരിൽ ചെന്ന് താമസിക്കുന്ന സമയത്ത് ചുറ്റുപാടിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതിരിക്കാനുള്ള, അതായത് അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ 19 മുതൽ 22 വയസ്സിനിടയ്ക്കുള്ള കാലത്ത് ലെനിന്റെ പാർട്ടിയിൽ ചേരാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ് കൂടെ ഉണ്ടായിരുന്ന ആൾ നടത്തിയത്. പിന്നീട് അദ്ദേഹം 21 വയസ്സിൽ കുമരനെല്ലൂർ താമസിക്കുമ്പോൾ അവിടെ വെച്ചും ഇങ്ങനെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങാതിരിക്കാനുള്ള മനഃശക്തി അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല.
ഏത് കവിയിലും ഒരു സാധാരണ മനുഷ്യന്, ഏത് മനുഷ്യനിലും എന്തുണ്ടോ ഒരു സാധാരണക്കാരന്റെ അംശം ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ 24 വയസ്സിന് ശേഷം തന്റെ മൂലം നാളിന് ജനിച്ച ആദ്യത്തെ കുട്ടി മരിച്ചു. ജനിച്ചതിന്റെ 14-ാം ദിവസം പേരില്ലാത്ത ആ കൊച്ചു ജീവൻ എന്നെ കൂടുതൽ ധീരനാക്കി എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ മരണത്തെക്കുറിച്ച് വരുന്നു. അതിന്റെ മരണം എന്നെ കുറച്ച് ധീരനാക്കി. ആ കൊച്ചു ജീവൻ എന്നെ കൂടുതൽ ധീരനാക്കി. 14 വയസ്സോടുകൂടി ഭൗതികവാദം എന്നിലേക്ക് വന്നപ്പോൾ, അതായത് എനിക്ക് 14 വയസ്സുണ്ടായിരുന്നപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നത് ജീവിതം എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഒരു കാര്യം എന്നാണ്. അപ്പൊ അതിനകത്ത് എനിക്ക് ആ ഭൗതികവാദം വന്നപ്പോൾ എന്നിൽ ഭൂതം, പ്രേതം, പിശാച് ഇതിനെ കുറിച്ചുള്ള ഭയങ്ങളൊക്കെ എന്നിൽ നിന്ന് തിരോഭവിക്കുക അപ്രത്യക്ഷമായി. നായ, പാമ്പ് എന്നിങ്ങനെയുള്ള ജന്തുക്കളെയും മനുഷ്യരെയുമാണ് അന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നത്. ഭൂതം, പ്രേതം ഒന്നും ഇല്ല എന്നുള്ളത് എനിക്ക് അപ്പോഴേ മനസ്സിലാക്കിയിരുന്നു. എനിക്ക് പിന്നെ പേടിയുണ്ടായിരുന്നത് നായ്ക്കളെയും മനുഷ്യരെയുമാണ്, പാമ്പിനെയും നായ്ക്കളെയും മനുഷ്യരെയുമാണ്. ആ ഭയങ്ങളിൽ നിന്ന് എനിക്ക് മുക്തി ലഭിച്ചത് മൂലകഥയുടെ തിരോഭാവത്തോടു കൂടി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭയങ്ങളിൽ നിന്നൊക്കെ ഉള്ളൊരു മാറ്റം എനിക്കുണ്ടായത് പിന്നീട് എൻ്റെ 24 വയസ്സിന് ശേഷമാണ്. ജീവിതം ഒരു പ്രതിഭാസം മാത്രമാണ്. സത്യം എല്ലാ വസ്തുക്കളിലും, ഭിന്നമായ എല്ലാ വസ്തുക്കളിലും വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് സത്യം. പൊടിഞ്ഞു പോകാത്തതിനെ പിടികൂടുന്നവനെ ജയമുള്ളൂ. ജീവിതം ഒരു പ്രതിഭാസം മാത്രമാണ്. സത്യം ഈ എല്ലാ വസ്തുക്കളിലും വ്യാപിച്ചുകൊണ്ടെങ്കിലും ഇവയിൽ നിന്ന് ഭിന്നമായ അദൃശ്യ രൂപമായി കാണുകയാണ്. കാണുന്ന എന്തിന്മേൽ നമ്മൾ പിടികൂടിയാൽ അവ പൊടിഞ്ഞു പോകുന്നു. പൊടിഞ്ഞു പോകാത്തതിനെ, ജീവിതത്തിൽ നശിച്ചു പോകാത്തതിനെ പിടിക്കുന്നതിന് മാത്രമേ വിജയമുള്ളൂ. ജയം എന്നൊന്നും ഇവിടെ ഇല്ല എന്ന ബോധത്തിന് സ്ഥായി ഭാവം ലഭിക്കാൻ വേണ്ടി മാത്രം, അതായത് ജയം എന്നുള്ളത് ജീവിതത്തിൽ നിത്യമായിട്ടുള്ളത് അല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ബുദ്ധിക്ക് അനുസരിക്കുന്ന രീതിയിൽ നമ്മൾ അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ വിധിയിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. വേദന കുറച്ചു തരാൻ പ്രാർത്ഥിക്കാം, അന്യരുടെ വേദന കുറച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നത് ചെയ്യാം. ഭയം അനാവശ്യം. ഒരു കാര്യത്തിലും ഭയം കൊണ്ട് യാതൊരു ആവശ്യമില്ല. വേദന കുറച്ച് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വരേണ്ട കാര്യങ്ങൾ നമ്മുടെ വിധി അനുസരിച്ച് വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. പിന്നെ മറ്റൊരാളിന് വേദന കൊടുക്കാതിരിക്കാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രയത്നിക്കാൻ കഴിയും. ഇതുവരെ പറഞ്ഞത് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന ഖണ്ഡകാവ്യം എഴുതാനുള്ള സാധ്യത എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടതിനെ പറ്റിയാണ്. എന്നാൽ ചില പ്രത്യേക സംഭവങ്ങൾ ഇനിയും എടുത്ത് പറയേണ്ടതുണ്ട്. നന്നേ ചെറുപ്പത്തിൽ അമ്മയുടെ ഇല്ലത്തിലേക്ക് പോകുമ്പോൾ, അമ്മയുടെ കൂടെ പോകുമ്പോൾ, ഉണ്ണിക്കാട്ടിൽ ലക്ഷ്മി അമ്മയുടെ ഒക്കത്തിരുന്നുകൊണ്ട് ഇല്ലത്തേക്ക് വരുമ്പോൾ തൃത്താലപ്പാടത്ത് ഓവുപാലത്തിൽ വെച്ചിരിക്കുന്ന വീറ്റിയെ കാണാനിടയായി. വീറ്റി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് ഇദ്ദേഹം ഇവിടെ ഓർക്കുകയാണ്. ആത്തേമാൾമാരുടെ മറക്കുട തല്ലിപ്പൊളിക്കുന്ന ഭയാനകൻ. അതായത് അടുക്കളയിൽ നിന്ന് നമ്പൂതിരി സ്ത്രീകളെ അരങ്ങത്തേക്ക് കൊണ്ടുവന്ന ആളാണ് വീറ്റി ഭട്ടതിരിപ്പാട്. സ്ത്രീകൾ, അല്ലെങ്കിൽ നമ്പൂതിരി സ്ത്രീകൾ, അന്തർജനങ്ങൾ മറക്കുട ഉപയോഗിക്കുന്നതിനെ അദ്ദേഹം വളരെയധികം എതിർത്തിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയെ അതായത് വീട്ടിയെ കണ്ടതിനെ കുറിച്ച് പറയുന്നു. മറ്റൊരിക്കൽ അരമംഗലത്ത് അമ്പലത്ത് എൻ്റെ പരിസരത്തിൽ കുട്ടികളോടൊപ്പം കളിക്കുമ്പോൾ കുളിക്കാനായിട്ട് അവിടെ എത്തിച്ചേർന്ന തോട്ടത്തിൽ ചാത്തുണ്ണി കവി ചോദിച്ചു, ഉണ്ണിയമ്പു ഒരു ഗീത വായിച്ചിട്ടുണ്ടോ? ഇല്ല, വായിക്കണം. എന്തിനെന്ന് ഞാൻ അന്വേഷിച്ചില്ല. എന്നാൽ ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്താണ് കണ്ടത്? കണ്ണട അഴിച്ച് കയ്യിൽ പിടിച്ച് അദ്ദേഹം വാത്സല്യപൂർവ്വം എന്നോട് സംസാരിക്കുന്നു. നെറ്റിയിൽ ഭസ്മമുണ്ട്, ചന്ദനമുണ്ട്, മുടിക്കെട്ടിൽ തുളസിയും ധരിച്ചിട്ടുണ്ട്. ചാത്തുണ്ണി മേനോൻ എന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ മടിയിൽ കിടക്കുന്ന പുസ്തകം ഭഗവത്ഗീത തന്നെയാണ് എന്ന് ഞാൻ കണ്ടെത്തി. അപ്പൊ പറയുന്നത് ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞാൻ അവിടെ കാണുകയാണ്. രാജസ്ഥാനിലെ വിജിലൻസ് കമ്മീഷണറായ KPU മേനോൻ, ICAR സെക്രട്ടറി KPA മേനോൻ, ദേശാഭിമാനി മാനേജറായിരുന്ന പരേതനായ KP മാധവ മേനോൻ എന്നിവരുടെ അച്ഛനാണ് തോട്ടത്തിൽ ചാത്തുണ്ണി മേനോൻ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവരെല്ലാം വളരെ പ്രശസ്തരായ മക്കളാണ്. ഈ 3 മക്കളുടെ അച്ഛനാണ് ഈ തോട്ടത്തിൽ ചാത്തുണ്ണി മേനോൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ് പ്രവർത്തിച്ചതെന്ന് ആര് മനസ്സിലാക്കി? ഇവിടെ അക്കിത്തം മനസ്സിലാക്കുകയാണ്. ഇല്ലത്തിന്റെ 3-ാം നിലയിൽ അച്ഛന്റെ കിടപ്പറയിലെ തട്ടിന് താഴെ തറച്ച പലയ്ക്ക് അടുത്ത് 3 പുസ്തകങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്. അതെടുക്കാൻ വേണ്ടി കൈനീട്ടി. അപ്പൊ കിട്ടിയില്ല. കാൽപ്പെട്ടി വലിച്ചിട്ട് അതിൽ കയറി നിന്ന് കൈനീട്ടി. അപ്പോഴും കഷ്ടിച്ചാണ് എത്തിയത്. പിന്നെ അച്ഛന്റെ കിടക്ക എടുത്ത് പെട്ടിയുടെ മേൽ വെച്ചിട്ട് കയറി നിന്ന് കൈനീട്ടി കഷ്ടിച്ചൊരെണ്ണം എടുത്തു. അത് കിട്ടിയത് പുസ്തകങ്ങൾ, ഒന്ന് VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കായിരുന്നു, മറ്റൊന്ന് ഭഗവത്ഗീത. വേറെയും ചില പുസ്തകങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അവിടെ വെച്ചിട്ട് ഈ വായിച്ചു തീർക്കുക, ഈ 2 വായിച്ചു. അപ്പം ഗീത വിഷമിച്ചാണ് വായിച്ച് തീർത്തത്. പക്ഷെ അതിനോട് ഭക്തി, അല്ലെങ്കിൽ അത് വായിച്ചപ്പോൾ ഭക്തി കലശലായി മനസ്സിൽ ഉണ്ടായി. അതെനിക്ക് നൽകിയ, എന്നാൽ VTയുടെ നാടകം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം അതിയായ ആവേശത്തോടെയാണ് ഞാനത് വായിച്ചത്. അതെനിക്ക് നൽകിയ ധാർമ്മിക പ്രകാശം വളരെയേറെ ആയിരുന്നു. അത് വർണ്ണിക്കാൻ പോലും എനിക്ക് കഴിയില്ല.
പ്രശ്നങ്ങളിൽ തളരരുതെന്നും സ്വയം ഉയർത്തെഴുന്നേൽക്കേണ്ടതാണ് മനുഷ്യന്റെ കടമയെന്നും ഒക്കെ എനിക്ക് പറഞ്ഞു തന്ന പുസ്തകമായിരുന്നു ബീറ്റിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങ്. എന്നാൽ ഗീത വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രബുദ്ധത ഉണ്ടായി, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബൗദ്ധികമായിട്ട് എനിക്ക് കുറെ കൂടെ നിലവാരം എനിക്ക് ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോഴാണ് ലെനിൻ സ്ഥാപിച്ച പാർട്ടിയിൽ അംഗമാകാൻ വേണ്ടി മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ജനിച്ചിവിടെ ജീവിക്കുന്നത് എന്നൊരു ബോധം എന്നിൽ ഉണ്ടായത്. ഇതൊക്കെ ശരിയാണെങ്കിലും 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന പുസ്തകം രചിക്കാനുള്ള ശക്തി ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒന്ന് എഴുതാതിരിക്കാനുള്ള ആഗ്രഹമാണ് എൻ്റെ മനസ്സിൽ മുന്നിട്ട് നിന്നത്. എന്തായാലും ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതി. എന്തായാലും 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന പുസ്തകം എഴുതി. അത് എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ ഗുരുവായ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്ന കവിയൂടെ വായിച്ചിട്ട് മതി ഇത് ചീന്തിക്കളയുക, കീറിക്കളയുക എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അത് ഞാൻ ഇടശ്ശേരിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അദ്ദേഹം അത് വായിച്ചതിന് ശേഷം എന്നോട് പറയുന്നത്, നീ ഒരിക്കലും ഇത് ചീന്തിക്കളയില്ലെന്ന് ഉറപ്പ് തന്നാലല്ലാതെ ഞാൻ തിരികെ തരില്ല. ചുരുക്കത്തിൽ ഇതാണ് കാര്യം. എൻ്റെ മനസ്സിന്റെ പ്രബുദ്ധ തലത്തിൽ നിന്ന്, ബൗദ്ധിക തലത്തിലെ പ്രേരണകളെ ചോദ്യം ചെയ്തുകൊണ്ട് അബോധ തലത്തിൽ നിന്ന് തിളച്ചു പൊന്തിയ വാക്കുകളാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്, 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന പുസ്തകത്തിൽ ചേർത്തിരിക്കുന്നത്. അത് നല്ലതാണെന്നോ അത് ചീത്തയാണെന്നോ ഈ പറഞ്ഞതിന് അർത്ഥമില്ല. അപ്പൊ എൻ്റെ മനസ്സിൽ നിന്ന് വന്നതുകൊണ്ടും എൻ്റെ ബൗദ്ധിക നിലവാരത്തിൽ നിന്ന്, എൻ്റെ പ്രബുദ്ധതയിൽ നിന്ന് വന്നതുകൊണ്ട് അത് നല്ലതാണെന്നോ ചീത്തയാണെന്നോ എനിക്ക് അർത്ഥമില്ല. ആദ്യത്തെ ശ്ലോകം എഴുതുമ്പോൾ ഞാൻ ഇത്രേ ചിന്തിച്ചോളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യം എൻ്റെ പ്രബുദ്ധതയിൽ നിന്ന് തിളച്ചു പൊന്തിയ വാക്കുകളാണ് ഇതെന്ന് വിചാരിച്ചു. ആദ്യത്തെ ശ്ലോകം എഴുതി കഴിഞ്ഞപ്പോൾ അത് കാരണം ഞാൻ രണ്ടാമത്തെ ശ്ലോകം എഴുതി. രണ്ടാമത്തെ ശ്ലോകം എഴുതി കഴിഞ്ഞപ്പോൾ അത് കാരണം ഞാൻ മൂന്നാമത്തെ ശ്ലോകം എഴുതി. അവിടെ അല്പം വിശ്രമിച്ചു. അപ്പോഴാണ് മൂന്നാമത്തെ ശ്ലോകം കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ബാല്യകാല ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതുകൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. ബാല്യം കഴിഞ്ഞപ്പോൾ ബാല്യത്തിന് ശേഷം കൗമാരമില്ല. കൗമാരത്തിലെ അനുഭൂതികൾ ഒന്നാകെ എൻ്റെ മനസ്സിലേക്ക് വിടർന്നു വന്നു. ഭൂമി കുഴിച്ചാൽ എത്തിടും ദൃഢം മറുഭാഗത്ത് എന്ന് ഞാനൊരു വീക്ഷണം എൻ്റെ മനസ്സിലൂടെ ഒരു വീക്ഷണം ഉണ്ടായി. അപ്പോൾ മറ്റൊരു വീക്ഷണം മറുഭാഗത്ത് വന്നു. ഭൂമിക്ക് മാത്രമല്ല മറുഭാഗമുള്ളത്, എൻ്റെ പ്രതിപാദ്യ പ്രപഞ്ചത്തിനുമുണ്ട്. ഞാൻ എന്തൊക്കെയാണോ പ്രമേയമാക്കി എടുക്കുന്ന അതിൻ്റെ മറുഭാഗം ഉണ്ട്. എൻ്റെ ബാല്യകാല ആഹ്ലാദങ്ങളെ ഇല്ലാതാക്കുന്ന ലൗകികമായ ഒരു വിഷാദം എനിക്കുണ്ടായിരുന്നല്ലോ, മനുഷ്യന്റെ സ്ഥായിയായ വിഷാദഭാവം. അത് എന്നെ മഥിച്ചു. ഇതൊക്കെ എന്നെ വളരെയധികം എന്നെ ആഴത്തിൽ വേദനിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ ചിന്തകൾ എന്നെ ഉണ്ടായി. അപ്പോൾ ഈ നൂറ്റാണ്ടിൽ എല്ലാ മനുഷ്യരെയും മഥിക്കുന്ന ധർമ്മസങ്കടമാണ് നമ്മുടെ ബാല്യകാല അനുഭവങ്ങളെ ഇല്ലാതാക്കുന്ന ഒരുതരം വിഷമം നമുക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു. പ്രകൃതിയെ ഭൃത്യനാക്കിയ മനുഷ്യനെ തന്നെ ഭൃത്യനാക്കിയ ചരിത്രമാണ് മനുഷ്യ ചരിത്രം. അത് ശ്രദ്ധിക്കണം. മനുഷ്യൻ പ്രകൃതിയെ ഭൃത്യനാക്കാൻ ശ്രമിച്ചപ്പോൾ മനുഷ്യനെ തന്നെ വേലക്കാരനാക്കി മാറ്റുകയായിരുന്നു. ആ ചരിത്രത്തെ മാറ്റി എഴുതാൻ ആഗ്രഹിച്ച മനുഷ്യൻ ആയുധങ്ങൾ കയ്യിലെടുത്തു. അനേകായിരം തലകൾ അറ്റുവീണു. അപ്പൊ മനുഷ്യൻ ആയുധം കയ്യിലെടുത്തു, അഹങ്കാരം മനസ്സിലേക്ക് വന്നു, ആയുധം കയ്യിലെടുത്തു, അനേകം തലകൾ അറ്റുവീണു. അവസാനം പ്രശ്നം എന്തായി? അല്ലെങ്കിൽ യുദ്ധങ്ങൾ കൊണ്ടും പിടിച്ചടക്കലുകൾ കൊണ്ടും ഒന്നും അവസാനിച്ചില്ല. വേദന മാത്രമേ ഉണ്ടായുള്ളൂ. കൊന്നവന്റെ ഹൃദയത്തിൽ വളർന്നു വരുന്ന ഒരു വേദന ഉണ്ടല്ലോ, എന്തിനാണ് താനിത് ചെയ്തു പോയ എന്നൊരു വേദന. അപ്പൊ രാഷ്ട്രീയമായാലും ഇത് തന്നെയാണല്ലോ. എത്ര തരം വിപ്ലവങ്ങൾ ഉണ്ടായാലും, രാഷ്ട്രീയ വിപ്ലവങ്ങളായാലും, ഏത് ഭാഗത്ത് നിൽക്കുന്നവനായാലും മറ്റവനെ കൊന്നു കഴിയുമ്പോൾ അവന്റെ ഹൃദയത്തിലൊരു വേദന വളർന്നു വരും. അപ്പൊ ഈ നൂറ്റാണ്ടിലെ എല്ലാ മനുഷ്യരും ഇത്തരത്തിലുള്ള ഒരു ധാർമ്മിക സംഘർഷത്തിലൂടെ കടന്നു പോവുകയാണ്. ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു ബോധം ഇവരിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘം. അപ്പൊ എനിക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ആ അനുഭവങ്ങളും കൂടെ സംവിധാനം ചെയ്തതിന് ശേഷം അതുവഴി എൻ്റെ നീല രക്തഞരമ്പുകൾ തുറന്നു വിട്ട ശേഷമേ എനിക്ക് കവിത അവസാനിപ്പിക്കാൻ കഴിയൂ. അപ്പൊ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ചെയ്യുന്നതെല്ലാം ശരിയല്ല എന്ന് മനുഷ്യൻ തിരിച്ചറിയണം. മനുഷ്യൻ എന്തൊക്കെയോ കാര്യങ്ങൾ, ശാസ്ത്ര നേട്ടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ വളരെയധികം അഹങ്കാരിയായി മാറി. അപ്പോൾ ഒന്നിനെ നശിപ്പിച്ച് മറ്റൊന്ന് ഉണ്ടാകുന്ന ഒരു രീതി, ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതി മനുഷ്യൻ അവലംബിച്ചു. പക്ഷെ അത് ചെയ്തപ്പോഴും മനുഷ്യൻ വളരെ വിജയ ശ്രീലാളിതനായിരുന്നോ? ഇല്ല എന്നാണ് കവി പറയുന്നത്. അപ്പൊ കൊന്നു കഴിയുമ്പോൾ കൊന്നവന് കൊന്നതിന്റെ വേദന മനസ്സിൽ തന്നെ. കവിതയുടെ ഈ പതനത്തിൽ വെച്ച് എഴുതുന്ന കൃതിയുടെ രൂപത്തെക്കുറിച്ചുള്ള ബോധം അസ്തമിച്ചു. കഥാപാത്രവും ഞാനും രണ്ടല്ലാതായി. 15 ദിവസം കൊണ്ട് എഴുതി തീർന്ന ഈ കവിതയ്ക്ക് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന് പേരിടാൻ കാരണം ഞാൻ ഈ കവിത എഴുതിക്കൊണ്ടിരുന്നപ്പോൾ, ഈ ഖണ്ഡകാവ്യം ഞാൻ രചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ച വേദന തന്നെയാണെന്ന് കവി ഇവിടെ തീർത്ത് പറയുന്നു. അപ്പൊ ആ കവിത എഴുതാനിടയ സാഹചര്യം, അതിന്റെ സർഗാത്മക സന്ദർഭങ്ങളൊക്കെയാണ് ഇതിനകത്ത് വിവരിക്കുന്നത്. അപ്പൊ ഇവിടെ അക്കിത്തം പറയാൻ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളാണ് സ്വർഗ നരകങ്ങളെന്നും അറിവിന്റെയും പുരോഗതിയുടെയും വിവേകരഹിതമായ പാച്ചിൽ മനുഷ്യരെ നരകത്തിൽ എത്തിച്ചു എന്നുമാണ്.
അപ്പൊ ഈ പതനത്തിന്റെ സങ്കടത്തിലാണ് അദ്ദേഹം ഭാവി പൗരനോട് പറയുന്നത്, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലു സുഖപ്രദം. അപ്പൊ എന്തായാലും ഇത് ധാരാളം വിമർശിക്കപ്പെട്ട വരികളാണ്. മനുഷ്യനൊരു പിഴവുണ്ടായി, അതായത് അറിവിൽ നിന്ന് അഹങ്കാരത്തെ പിഴുതെറിഞ്ഞ് വിനയത്തെ പ്രതിഷ്ഠിക്കാൻ കഴിയാത്തിടത്താണ് മനുഷ്യന് ജീവിതത്തിൽ താഴ്ച അനുഭവപ്പെട്ടു തുടങ്ങിയത് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് മനുഷ്യൻ പ്രകൃതി അടിമയാക്കാൻ ശ്രമിച്ചപ്പോൾ മനുഷ്യന് തന്നെ അടിമയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നും അദ്ദേഹം പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കവിത 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന ഖണ്ഡകാവ്യം അദ്ദേഹം രചിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ, അദ്ദേഹത്തിന്റെ സർഗവേദനകൾ, ഇതൊക്കെ വിവരിക്കുന്ന ലേഖനമാണ് ഈ ഒരു ലേഖനം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ കൃതി വായിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപന്യാസം, ഒരു കവിതയുടെ കഥ എന്ന ഉപന്യാസം വായിക്കുക. ക്ലാസ്സുകൾക്ക്, ചോദ്യങ്ങൾക്ക് നിങ്ങൾ വ്യക്തമായിട്ട് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീല ടീച്ചർ.